ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഭൂമി തട്ടിപ്പ് ആരോപണം. PM ശ്രീ പദ്ധതി കേരളത്തിന് ആവശ്യമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനക ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഗുരുതരമായ ഭൂമി തട്ടിപ്പ് ആരോപണം. കർണാടക സർക്കാർ പാട്ടത്തിന് നൽകിയ 175 ഏക്കർ ഭൂമി അദ്ദേഹം മറിച്ചുവിറ്റെന്നാണ് പരാതി. BPL കമ്പനിക്ക് ഫാക്ടറി നിർമ്മിക്കാൻ അനുവദിച്ച ഭൂമിയാണ് 319 കോടി രൂപയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ മറിച്ചുവിറ്റതെന്നാണ് ആരോപണം. രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ ഭൂമി തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകൻ KN ജഗദീഷ് കുമാർ സുപ്രീം കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും പരാതി നൽകി. PM ശ്രീ പദ്ധതി കേരളത്തിന് ആവശ്യമില്ലെന്നും SSK ഫണ്ട് മതിയെന്നും മന്ത്രി വി ശിവൻകുട്ടി. ഏത് നിമിഷവും ധാരണാപത്രം റദ്ദാക്കാമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ MOUവിൽ നിന്ന് ഏത് നിമിഷവും പിന്മാറാം. ഇരുപക്ഷവും തമ്മിൽ ആലോചിച്ചിട്ട് വേണം പിന്മാറേണ്ടത്. അങ്ങനെ ഒരു അവകാശം 2 കക്ഷികൾക്കും ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ ഒരു മരണം. നെടുമ്പള്ളിക്കൂടി ബിജുവാണ് മരിച്ചത്. അപകടത്തിൽ ബിജുവിന്റെ ഭാര്യ സന്ധ്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിമാലി ലക്ഷം വീട് ഉന്നതിയിൽ ദേശീയപാത 85 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശത്ത് ശനിയാഴ്ച രാത്രി 10:20ഓടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. ലൂവ്ർ മ്യൂസിയത്തിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വിലയേറിയ ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ട് ഒരാഴ്ച പിന്നിട്ടതിന് പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മ്യൂസിയത്തിലെ വിലയേറിയ ആഭരണം മോഷ്ടിക്കപ്പെട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കാത്തത് വൻ വിമർശനത്തിനിടയാക്കിയിരുന്നു. ആലപ്പുഴയ്ക്ക് എയിംസ് ലഭിക്കാൻ തൃശൂർകാർ വടക്കുംനാഥനും ലൂർദ് മാതാവിനും മുന്നിൽ പ്രാർത്ഥിക്കണമെന്ന വിവാദ പരാമർശവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എയിംസ് തൃശൂരിൽ വരുമെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ആലപ്പുഴയെ കരകയറ്റാനാണ് എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന് പറയുന്നതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പുതിയ സംവാദ പരിപാടിയായ ST കോഫി ടൈംസിന്റെ ആദ്യ പരിപാടിയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണഭൂഷൺ കമ്പനിയുടെ ഇടപാടിൽ ദുരൂഹത. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല ഇടപാടുകൾക്കും കൂട്ടുനിന്നതായി അന്വേഷണ സംഘം സംശയിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല ഇടപാടുകൾക്കും സ്മാർട്ട് ക്രിയേഷൻസ് കൂട്ടുനിന്നതായി സംശയിക്കുന്നുവെന്ന് SIT അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. പുന്നപ്ര വയലാർ സമരത്തിന് 8 പതിറ്റാണ്ട് പ്രായമാകുന്ന വേളയിൽ സമരസേനാനികളെ കുറിച്ച് ഡയറക്ടറി പുറത്തിറങ്ങുന്നു. ഡയറക്ടറിയുടെ ഔപചാരിക പ്രസിദ്ധീകരണം നാളെ വയലാറിൽ വൈകുന്നേരം നടക്കുന്ന പുന്നപ്ര വയലാർ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത് നിർവഹിക്കുമെന്ന് മുൻ മന്ത്രി തോമസ് ഐസക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിവെച്ചേക്കുമെന്ന് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റൊരു ഘടകത്തിലാകും SIR നടത്തുകയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ നവംബർ-ഡിസംബർ കാലയളവിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. തായ്ലാന്റും കംബോഡിയയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ സാന്നിധ്യത്തിൽ തായ് പ്രധാനമന്ത്രി അനുദിൻ ചാർണൽവിർക്കുൽ, കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻ മനൈറ്റ് എന്നിവർക്കൊപ്പമാണ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത്. ജനക ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ സന്ദർശിക്കുക.